ഹായ് ഫ്രണ്ട്സ്, പി കെ ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിഭാഷാ ഭാഗം 6 ആണ് നോക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ ഭാഗങ്ങൾ കാണാത്തവർ ദയവായി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ആദ്യത്തേത്, പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് തീഫ് ഓഫ് ടൈം. പ്രൊക്രാസ്റ്റിനേഷൻ ഈസ് തീഫ് ഓഫ് ടൈം. ഇതിന്റെ പരിഭാഷ എന്താണ്? നാളെ നാളെ നീളെ നീളെ, നാളെ നാളെ നീളെ നീളെ. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നാളത്തേക്ക് മാറ്റിവെക്കൽ. പ്രൈഡ് ഗോസ് ബിഫോർ ഫാൾ. പ്രൈഡ് ഗോസ് ബിഫോർ ഫാൾ. ഇതിന്റെ പരിഭാഷ എന്താണ്? അഹങ്കാരം ആപത്ത്. അഹങ്കാരം ആപത്ത്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം അല്ലെ? പ്രൈഡ് ഗോസ് ബിഫോർ ഫാൾ. അഹങ്കാരം ആപത്ത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സാധാരണയായി കേട്ടുവരുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഇതിനോട് ഏറ്റവും യോജിച്ചതായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മലയാളം പഴഞ്ചൊല്ലാണ് പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം അസുഖം വരാതെ നോക്കുന്നതാണ് അല്ലെ? അപ്പോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. Quick believers need broad shoulders. Quick believers need broad shoulders. ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് വിശ്വസിക്കുന്നവൻ കബളിക്കപ്പെടും. അതായത് ഒരു കാര്യം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കത്തില്ലേ? അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അല്ലെ? നമ്മൾ പതിയെ അവരെ മനസ്സിലാക്കിയിട്ട് വേണം അവരെ വിശ്വസിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ കബളിക്കപ്പെടാൻ സാധ്യത കൂടും. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഇതിന്റെ പരിഭാഷ എന്താണ്? റോം എന്ന് പറഞ്ഞാൽ ഒരു നഗരമാണല്ലേ? അത് ഒറ്റ ദിവസം കൊണ്ട് പണിതതല്ല. റോം ഒരു ദിവസം കൊണ്ട് പണിതതല്ല. അതിനർത്ഥം എന്താണ്? ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെതായ ആയാസമുണ്ട്. പെട്ടെന്നൊരു കാര്യം നമുക്ക് തീർക്കാൻ പറ്റത്തില്ല അല്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന് യോജിച്ച പഴഞ്ചൊല്ല് നമുക്ക് ഏത് പറയാം? പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇതിന്റെ പരിഭാഷയായി ഉപയോഗിക്കാവുന്ന ഒരു പഴഞ്ചൊല്ലാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇതേ പഴഞ്ചൊല്ലിനോട് സാമ്യം വരുന്ന വേറൊരെണ്ണമാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതും ഈ റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന പഴഞ്ചൊല്ലും ഒരേ മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഇതിന്റെ പരിഭാഷ എന്താണ്? ബാല്യമാണ് മനുഷ്യന്റെ സ്രഷ്ടാവ്. ബാല്യം മനുഷ്യന്റെ സ്രഷ്ടാവ്. നമ്മൾ പറയത്തില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന്? അതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ ശീലിക്കുന്ന ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, കുഞ്ഞിലേ നമുക്ക് രൂപപ്പെടുന്ന സ്വഭാവമാണ് നമ്മളിലെ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ കിട്ടുന്ന നമ്മുടെ സ്വഭാവമാണ്. അപ്പോൾ ദ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദി മാൻ. ബാല്യം മനുഷ്യന്റെ സ്രഷ്ടാവ്. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വേം. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വേം. ഇതിന്റെ പരിഭാഷ എന്താണ്? നേരത്തെ ഉണരുന്ന പക്ഷിക്ക് ഇര കിട്ടു. നേരത്തെ ഉണരുന്ന പക്ഷിക്ക് ഇര കിട്ടു. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുക, അത് നേരത്തെ തന്നെ ചെയ്യുക. എന്നാലേ നമുക്കതിന്റെ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ വേം. കാര്യം എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ ചെയ്യേണ്ട തക്ക സമയത്ത് അത് നേരത്തെ നമ്മൾ ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ. ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ. ഇതിന്റെ പരിഭാഷ എന്താണ്? ലക്ഷ്യം നേടാൻ ഏത് പ്രതിസന്ധികളെയും അപകടങ്ങളെയും നേരിടുക. ലക്ഷ്യം നേടാൻ ഏത് പ്രതിസന്ധികളെയും അപകടങ്ങളെയും നേരിടുക എന്നതാണ് ഇതിന്റെ പരിഭാഷയെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം ഒരു കാര്യവും എളുപ്പമല്ല. ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഉദ്ദേശിച്ച കാര്യം സാധിക്കണമെങ്കിൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The hand that rocks the cradle rules the world. The hand that rocks the cradle rules the world. എന്താണ് ഇതിന്റെ പരിഭാഷ?
തൊട്ടിലാട്ടുന്ന കൈകൾക്ക് ലോകം ഭരിക്കാം. തൊട്ടിലാട്ടുന്ന കൈകൾക്ക് ലോകം ഭരിക്കാം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? തൊട്ടിലാട്ടുന്ന കൈകൾ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയാണ്, ഒരു സ്ത്രീയാണല്ലേ പറയുന്നത്. അപ്പോ സ്ത്രീകളാണ് ഒരു ലോകത്തിനെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അത് എങ്ങനെയായിരിക്കും അർത്ഥമാക്കുന്നത്? ഒരു കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണം അതിന്റെ ബാല്യത്തിലാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പോ അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അതിന്റെ രക്ഷകർത്താവ് നൽകുന്ന ഉപദേശങ്ങളിലൂടെയാണ് ആ കുഞ്ഞിന്റെ സ്വഭാവം രൂപീകരിക്കുന്നത്. ആ കുഞ്ഞാണ് നാളെ ലോകം ഭരിക്കേണ്ടത്. അപ്പോ ഒരു ലോകത്തിന്റെ മുഖഛായ തന്നെ നിർണയിക്കുന്നത് ശിശുക്കളാണല്ലേ. അപ്പോ ബാല്യത്തിലേ നമുക്ക് നല്ല രീതിയിൽ സ്വഭാവ രൂപീകരണം നടന്നാലേ നല്ലൊരു ലോകം പണിതുയർത്താൻ കഴിയത്തുള്ളൂ. ടു ഫിഷ് ഇൻ ദ ട്രബിൾഡ് വാട്ടർ. ടു ഫിഷ് ഇൻ ദ ട്രബിൾഡ് വാട്ടർ, ഇതിന്റെ പരിഭാഷ എന്താണ്? കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക. ട്രബിൾഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. അതായത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആപത്തിൽ നിൽക്കുന്ന സമയത്ത്, ഒരാൾ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അതിനെ മുതലാക്കുന്നത് അല്ലെ. ഒരാളുടെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നത്തിനെ മുതലാക്കുന്നതിനെയാണ് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഗോ വിത്ത് ദ ടൈഡ്സ്. ടു ഗോ വിത്ത് ദ ടൈഡ്സ്, ഇതിന്റെ പരിഭാഷ എന്താണ്? ഒഴുക്കിനൊപ്പം നീന്തുക. ഒഴുക്കിനൊപ്പം നീന്തുക. ടു നിപ്പ് ഇൻ ദ ബഡ്. ടു നിപ്പ് ഇൻ ദ ബഡ്, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പരിഭാഷ എന്താണ്? മുളയിലേ നുള്ളുക. ടു നിപ്പ് ഇൻ ദ ബഡ്. നിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നുള്ളുക. ബഡ് മുള, മൊട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോ മുളയിലേ നുള്ളുക എന്നതാണ് ഇതിന്റെ പരിഭാഷ. ടു നിപ്പ് ഇൻ ദ ബഡ്, മുളയിലേ നുള്ളുക. ടു ഡിഗ് വൺസ് ഗ്രേവ്. ടു ഡിഗ് വൺസ് ഗ്രേവ്, ഇതിന്റെ പരിഭാഷ എന്താണ്? സ്വന്തം ശവക്കുഴി വെട്ടുക അല്ലെങ്കിൽ സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയും. അതായത് നമുക്കുള്ള കുഴി നമ്മൾ തന്നെ വെട്ടുക, ആ ഒരു മീനിങ്. The wearer know where the shoe pinches. The wearer knows where the shoe pinches. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പരിഭാഷ എന്താണ്? ധരിക്കുന്നവനെ എവിടെയാണ് ആ ഷൂ കീറിയതെന്ന് അറിയാവോ അല്ലെ. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ല് ഏതായിട്ട് നമുക്ക് പറയാം? ഏത് പഴഞ്ചൊല്ല് നമുക്ക് മലയാളത്തിൽ ഈ ഒരു ഇഡിയമിന് യോജിച്ചതായിട്ട് പറയാം? കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. അതായത് ഒരു പ്രശ്നം അനുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ കഴിയൂ. അല്ലാതെ കണ്ടു നിൽക്കുന്നവന് മറ്റൊരാൾ അനുഭവിക്കുന്ന വേദനയോ ദുഃഖമോ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകത്തില്ല, ഇല്ലേ? അപ്പോൾ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് നമുക്ക് ഈ ഒരു ഇഡിയമിന് യോജിച്ച പരിഭാഷയായി ഉപയോഗിക്കാം. ദ വിയറർ നോ വേർ ദ ഷൂ പ്രിഞ്ചസ്. ധരിക്കുന്നവനെ ഷൂ എവിടെ കീറി എന്ന് അറിയാൻ സാധിക്കും.